ശ്രീ കെ അനിൽകുമാർ, ഈ ഇപ്പോൾ നമുക്കറിയില്ല DC ബുക്സ് ആണോ ഇത് പുറത്തുവിട്ടത്, ആരാണ് ഈ പുറത്തുവിട്ടതെന്ന് അറിയാം. നമ്മുടെയൊക്കെ കയ്യിലൊരു 177 പേജിലൊരു PDF നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. അതിൽ 173 പേജിലൊരു ആദ്യത്തെ വരിയുണ്ട്. സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമഘട്ടത്തിലായി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുൻപ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം. എന്തായാലും അത് കഴിഞ്ഞാകും എന്നുള്ളത് കൊണ്ട് തുറന്നു പറയാമല്ലോ. അതായത് ഈ പുസ്തകം വരികയാണെങ്കിൽ അത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരിക്കും എന്നാണോ കരുതിയിരുന്നത്? അല്ല, അത്തരമൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സഖാ VP വ്യക്തമാക്കി. മാത്രമല്ല, EPയുടെ വിശദീകരണം തൃപ്തികരമാണ് എന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ തന്നെ വ്യക്തമാക്കി. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ യാതൊരു വിവാദത്തിനും ഇനി പ്രസക്തിയില്ല. അങ്ങനെ മരിച്ചുപോയൊരു വിവാദം, തെരഞ്ഞെടുപ്പിന്റെ ദിവസം മരിച്ചുപോയൊരു വിവാദം, ആ മരിച്ചുപോയ വിവാദത്തെ ഊതിവീർപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് അധികകാലം നിലനിൽക്കില്ല. മാധ്യമങ്ങളോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു കരാറുണ്ടെങ്കിൽ കരാർ പ്രകാരമാണ് പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടത്. യാതൊരു കരാറുമില്ല. ഒരു പുസ്തകവും DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. നിങ്ങൾക്കാരോ ഒരു PDF അയച്ചു തരുന്നു, അത് EP ജയരാജന്റെ പുസ്തകമാണെന്ന് നിങ്ങൾ പറയുന്നു. അതിലെ വരികൾക്ക് വിശദീകരണം ഞങ്ങളോട് ചോദിക്കുന്നു. ഇതൊന്നും നാട്ടിൽ നീതിയുള്ള കാര്യങ്ങളല്ല. പുസ്തകമാണെന്ന് ഞങ്ങളല്ല, DC ബുക്സ് ആണ് സമൂഹ മാധ്യമങ്ങളിൽ DC ബുക്സ് പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല. അത്തരമൊരു പുസ്തക പ്രകാശനം നീട്ടിവെച്ചു എന്ന് അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ ഒരു പുസ്തകം ഇറക്കുന്ന നീട്ടിവെച്ചു എന്ന് അവർ വ്യക്തമാക്കിയതോടുകൂടി അങ്ങനൊരു പുസ്തകം നിലവിലില്ല. ആ പരാമർശം പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം അങ്ങനെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടാകില്ല എന്ന്. ഇത് അങ്ങനല്ല. DC ബുക്സ് വ്യക്തമാക്കിയത് അവർ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നില്ല. ഇപ്പോൾ അതാണ് ഇന്നലെ അവർ വ്യക്തമാക്കിയത്. നിങ്ങളുടെ കയ്യിലുള്ള സാധനം അവർ അല്ല ശ്രീ അനിൽകുമാർ, ഇപ്പോഴും അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി EP ജയരാജന്റെ ആ പുസ്തകം ഉടൻ വരുന്നു DC ബുക്സിലൂടെ എന്നുള്ള ആ പോസ്റ്റ് അത് അവിടെ തന്നെയുണ്ട്. EP ജയരാജനെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ആ പോസ്റ്റ് അവിടെ തന്നെയുണ്ട്. അതൊന്നും CPM-ന് ബാധ്യതയുള്ള കാര്യങ്ങളല്ല. DC ബുക്സ് EP ജയരാജന്റെ ഒരു പുസ്തകവും പ്രസിദ്ധീകരിക്കാൻ പോകുന്നില്ല. അവരെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. EP ഒരു പുസ്തകവും അവരെ കൊണ്ട് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഉണ്ടെന്ന് പറയുന്ന ഒരു കടലാസും സഖാ VP-യുമായി ബന്ധപ്പെട്ടതല്ല. EP ാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ വ്യക്തമാക്കിയതോടുകൂടി ഇനി പാർട്ടിയെ സംബന്ധിച്ച് ചർച്ചകൾ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളത് കുറച്ചു കാലം കൊണ്ട് ജീവൻ വിപ്പിക്കാൻ നോക്കുമായിരിക്കും. ജീവൻ ഉണ്ടാകാൻ പോകുന്നില്ല ആ ചർച്ചകൾ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ല, അങ്ങനെയാണെങ്കിലും ശ്രീ അനിൽകുമാർ, ഇപ്പോൾ EP ജയരാജൻ ഇന്നലെ പലതവണ അദ്ദേഹം വന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത്. ആ നിയമ നടപടിയുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തോട് ആവർത്തി ചോദിച്ചപ്പോൾ ഇപ്പൊ എവിടെ നിന്നാണ് ഇപ്പൊ ഈ 178 പേജ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിൽ EP ജയരാജന്റെ ബാല്യം, അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിച്ച പ്രയാസങ്ങൾ, ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുന്നുണ്ട്. ഇത് മറ്റാരെ എഴുതി ചേർക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ? EP ജയരാജന്റെ ഒരു തുറന്ന പുസ്തകമാണ്. എത്രയോ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ശകലങ്ങൾ പലതവണയായി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടുകയും അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ചേർക്കുകയും ചെയ്ത സാധനം ഒരു പുസ്തകമല്ല എന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക്, ആ പ്രകാശനം മാറ്റിവെച്ചു എന്ന് DC ബുക്സ് വ്യക്തമായ സ്ഥിതിക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു പുസ്തകമില്ല. അത് VP പറഞ്ഞിടത്താണ് പാർട്ടി നിൽക്കുന്നതെന്ന് ഗോവിന്ദൻ മാഷ് ഇന്നലെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും പ്രസക്തിയില്ലാന്ന് രണ്ടാളുകളും ഒരുപോലെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പാർട്ടിയുടെ സമ്പത്തല്ലേ. അതിന്റെ ഭാഗമായി സഖാവ് വ്യക്തമാക്കിയെടുത്താണ് പാർട്ടി നിൽക്കുന്നതെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇനി അത് ചർച്ചയില്ലാന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയൊരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് CPM കരുതുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ അനിൽകുമാർ സംസാരിച്ചു.